ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ വിഷുവിൻ്റെ അന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ഡിലേ വന്നു. ഇന്നത്തെ വീഡിയോ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലുള്ള ശ്രീ സീതാദേവി ലവകുശ ക്ഷേത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമുക്കാദ്യം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ക്ഷേത്രം കാണുന്നതിനോടൊപ്പം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വയനാട് ജില്ലയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടക സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പുൽപ്പള്ളി. ഇവിടെയാണ് വാൽമീകി ആശ്രമവും ലവകുശ ക്ഷേത്രവും. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലുള്ള ശ്രീ സീതാദേവി ലവകുശ ക്ഷേത്രത്തിന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അതുല്യമായ സ്ഥാനമുണ്ട്. കൂടാതെ ഇത് ഇന്ത്യയിലെ തന്നെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കാരണം ലവകുശ പ്രതിഷ്ഠകൾ സ്ഥാപിച്ചിട്ടുള്ള അറിയപ്പെടുന്ന ഒരേയൊരു ക്ഷേത്രമാണിത്. ശ്രീരാമന്റെയും സീതയുടെയും മക്കളാണിവർ. സീതയുടെയും അവളുടെ മക്കളായ ലവയുടെയും കുശന്റെയും ഐതിഹ്യത്തിന് ഈ ക്ഷേത്രവുമായി അടുത്ത ബന്ധമുണ്ട്. പുൽപ്പള്ളി എന്ന പേര് പോലും കുട്ടിക്കാലത്ത് ലവകുശന്മാർ കളിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പുൽത്തകിടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടമാണിത്. ഈ സ്ഥലവും പരിസര പ്രദേശങ്ങളും ഹിന്ദു ഇതിഹാസമായ രാമായണത്തിലെ പ്രധാന സ്ഥലങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സീതയെ രാമൻ ഉപേക്ഷിച്ചപ്പോൾ അവൾ പുൽപ്പള്ളിയിൽ എത്തിയെന്നും മഹാനായ വാൽമീകി മുനി അവൾക്ക് അഭയം നൽകിയെന്നും വിശ്വസിക്കപ്പെടുന്നു. സീത ലവനും കുശനും ജന്മം നൽകിയ പുൽപ്പള്ളിയിലെ സ്ഥലത്തെ വാൽമീകി ആശ്രമം എന്ന് വിളിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് അശ്വമേധത്തിന്റെ ഭാഗമായി രാമൻ അയച്ച കുതിരയെ സീതാദേവിയുടെ 2 പുത്രന്മാർ തടഞ്ഞു നിർത്തി പിടികൂടി. രാമൻ കുതിരയെ മോചിപ്പിക്കാൻ വന്നപ്പോൾ സീതയെ കണ്ടു. ഉടനെ അവൾ ഭൂമിയിൽ അപ്രത്യക്ഷയായി. 18-ാം നൂറ്റാണ്ടിൽ ശ്രീ പഴശ്ശിരാജയാണ് പുൽപ്പള്ളിയിലെ സീതാദേവി ക്ഷേത്രം പണി കഴിപ്പിച്ചത്. വർഷങ്ങളോളം അദ്ദേഹം ക്ഷേത്രം കൈകാര്യം ചെയ്തു. അദ്ദേഹത്തിന്റെ സൈനിക മേധാവികളുമായുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഈ ക്ഷേത്രത്തിന്റെ അങ്കണത്തിലായിരുന്നു. പിന്നീട് ഈ ക്ഷേത്രത്തിന്റെ ഭരണം മുപ്പത്തോട് കുടുംബത്തിന്റെയും വയനാട്ടിലെ പേരുകേട്ട നായർ കുടുംബത്തിന്റെയും കൈകളിലായി. അക്കാലത്ത് വയനാട്ടിലെ ഒട്ടുമിക്ക പ്രധാന ക്ഷേത്രങ്ങളുടെയും ഭരണം വിവിധ നായർ കുടുംബങ്ങളിലായിരുന്നു. കുപ്പത്തോട് കുടുംബത്തിലെ മൂപ്പിൽ നായർ കുടുംബത്തിന്റെ ആസ്ഥാനമായ നെല്ലാറാട്ട് എടോമിൽ താമസിച്ചു. ഇപ്പോഴും ഈ കുടുംബത്തിലെ ഒരു അംഗത്തെയാണ് ക്ഷേത്രഭരണത്തിന്റെ ട്രസ്റ്റിയായി നിയമിച്ചിരിക്കുന്നത്. സൈനിക ആക്രമണത്തിനിടെ മൈസൂരിലെ ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രം തകർക്കാൻ പദ്ധതിയിട്ടു. എന്നാൽ സീതാദേവിയുടെ പരമശക്തിയാൽ നട്ടുച്ചയ്ക്ക് സൃഷ്ടിച്ച അന്ധകാരം കാരണം അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം വയനാട്ടിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കണ്ടുവരുന്ന അട്ടകൾ ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാണാറില്ല എന്നതാണ്. ഐതിഹ്യം അനുസരിച്ച് ലവയെയും കുശനെയും കടിച്ച അട്ടകളെ സീതാദേവി ശപിക്കുകയും അവരെ പുൽപ്പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രധാന കാര്യം വിവിധ സ്ഥലങ്ങളിൽ ധാരാളം ചിതലുകൾ കാണാൻ കഴിയും എന്നതാണ്. രാമായണം രചിച്ച വാൽമീകി മഹർഷിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ധനുമാസത്തിലാണ് ചുറ്റുവിളക്ക് ആറാട്ട് മഹോത്സവം ആഘോഷിക്കുന്നത്. ധനു 20-നാണ് ചുറ്റുവിളക്ക്. അന്ന് ദേവസ്വം വകയായി നടക്കുന്ന അന്നദാനത്തിന് 18,000 ഭക്തന്മാർ പങ്കെടുക്കുന്നു. വയനാട് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജാതിഭേദമന്യേ അമ്മയുടെ പ്രസാദം കഴിക്കുന്നതിനായി വരാറുണ്ട്. താലപ്പൊലിയാണ് പ്രധാന ചടങ്ങുകളിലൊന്ന്. ചെണ്ടമേളവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊന്നാണ്. രാവിലെ 5:30-ക്കാണ് നട തുറക്കുന്നത്. പ്രഭാത പൂജകളൊക്കെ കഴിഞ്ഞ് ഉച്ചപൂജയും കഴിഞ്ഞ് 12:30-ക്കാണ് നട അടയ്ക്കുന്നത്. വൈകുന്നേരം 5:30 മുതൽ 7:30 വരെ നട തുറക്കും. ഇവിടുത്തെ പ്രധാന പൂജ സീതാദേവിക്ക് പായസവും ലവകുശന്മാർക്ക് അപ്പം നിവേദിക്കലുമാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം. സീതാദേവിയെ കൂടാതെ വേറെ ശ്രീകോവിലിൽ സപ്തമാതൃക്കളെയും ഗണപതി, വീരഭദ്രൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വിഗ്രഹങ്ങളുടെ വലിപ്പത്തിൽ കേരളത്തിലെ തന്നെ അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് സപ്തമാതൃക്കളുടെ മാതൃശാല. ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തായി ലവകുശന്മാരുടെ സങ്കല്പവും താഴെഭാഗത്തായി സീതാദേവി ലവകുശന്മാർ നീരാട്ട് നടത്തിയ പഞ്ചതീർത്ഥ സ്ഥാനവുമുണ്ട്. മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ചേടാറ്റിങ്കാവിൽ സീതാദേവിയെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു തുടങ്ങിയതിനു ശേഷമാണ് ഇപ്പോഴത്തെ പുൽപ്പള്ളി നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ മനോഹരമായ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചത്. ഇവിടെ സീതാദേവിയെയും ലവകുശന്മാരെയും കൂടാതെ തലച്ചിൽ, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ഗണപതി, വേട്ടയ്ക്കൊരുമകൻ, നാഗം എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ഇപ്പോഴത്തെ ശ്രീകോവിൽ 1992-ൽ നവീകരിച്ച് പുനർനിർമ്മിക്കപ്പെട്ടതാണ്. ഇത് ക്ഷേത്രക്കുളത്തിലേക്കുള്ള വഴിയാണ്.
വയനാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളം ഇതാണ്. സീത എന്ന പേര് മണ്ണിനെയും ഭൂമിയെയും സൂചിപ്പിക്കുന്നു. ഇതാണ് ക്ഷേത്രത്തിന്റെ ഊട്ടുപുര. ഇതിനോട് ചേർന്നാണ് പണ്ട് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു. ഇതാണ് സീതാദേവി അമ്മയുടെ സ്വന്തം ശങ്കരൻകുട്ടി. 40 വർഷത്തോളമാണ് സീതാദേവി അമ്മയെ ശങ്കരൻകുട്ടി സേവിച്ചത്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്കും പ്രിയപ്പെട്ടവനായിരുന്നു ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടിയുടെ ഈ മനോഹരമായ പ്രതിമ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് സുരേഷ് പുൽപ്പള്ളി എന്ന കലാകാരനാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് പുൽപ്പള്ളി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ ശ്രീ ചേടാറ്റിൻകാവിലമ്മയുടെ അടുത്തേക്കാണ്. തൻ്റെ അശ്വമേധയാഗത്തിന്റെ വിജയത്തിനായി ശ്രീരാമചന്ദ്രൻ അയച്ച അശ്വത്തെ ലവകുശന്മാർ പിടിച്ചുകെട്ടി. അതിന് പിന്തുടർന്നു വന്ന സേനാനിയും ലക്ഷ്മണപുത്രനുമായ ചന്ദ്രകേതുവിന് അതിനെ സ്വതന്ത്രമാക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ അശ്വത്തെ പിടിച്ചുകെട്ടിയത് ആരാണെന്നറിയാൻ ശ്രീരാമചന്ദ്രൻ അവിടെ എത്തിച്ചേർന്നു. തന്റെയും സീതാദേവിയുടെയും മക്കളായ ലവകുശന്മാരാണ് അശ്വത്തെ പിടിച്ചുകെട്ടിയത് എന്നറിഞ്ഞ ശ്രീരാമചന്ദ്രനിൽ പിതൃസ്നേഹം ഉടലെടുക്കുന്നു. തന്റെ ധർമ്മപത്നിയായ സീതയെയും പുത്രന്മാരെയും അയോധ്യയിലേക്ക് കൂടെ കൊണ്ടുപോകാമെന്നായിരുന്നു ശ്രീരാമവചനം. അതിനുവേണ്ടി പൊതുജനത്തിനു മുന്നിൽ ശുദ്ധയാണെന്ന് ഒരിക്കൽ കൂടി സത്യം ചെയ്യുവാൻ താല്പര്യമില്ലാതിരുന്ന ദേവി ഭൂമി പിളർന്ന് സ്വമാതാവായ ഭൂമിദേവിയിലേക്ക് അന്തർദാനം ചെയ്തു. അതുകണ്ട ശ്രീരാമൻ ദേവിയുടെ മുടിയിൽ പിടിക്കുകയും മുടിയറ്റ് ശ്രീരാമന്റെ കയ്യിലാവുകയും ഉണ്ടായി എന്നാണ് ഐതിഹ്യം. ഇത് മൊഴിമാറി ചേടാറ്റിലമ്മയായി. ക്ഷേത്രം ചേടാറ്റിൻകാവും. ഇവിടെയാണ് സീതാദേവി ഭൂമി പിളർന്ന് സ്വമാതാവായ ഭൂമിദേവിയിലേക്ക് അന്തർദാനം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലം. സീതാദേവിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാലഘട്ടവും ഇതുതന്നെ. വളരെ ചെറുപ്പത്തിലാണ് സീതാദേവിയുടെ സ്വയംവരം ശ്രീരാമനുമായി നടക്കുന്നത്. വിവാഹശേഷം അയോധ്യയിൽ ശ്രീരാമന്റെ പട്ടമഹിഷിയായി കുറച്ചു കാലം കഴിഞ്ഞ ശേഷമാണ് ഭർത്താവിനോടൊപ്പം വനത്തിലേക്ക് യാത്രയാവുന്നത്. നീണ്ട 14 വർഷക്കാലം വനത്തിലും ലങ്കയിലുമായി കഴിച്ചുകൂട്ടി. പിന്നീട് ശ്രീരാമയാജ്ഞയാൽ സീതയെ ലക്ഷ്മണൻ പുൽപ്പള്ളിയിലെ വാൽമീകി ആശ്രമത്തിനടുത്തായി ഉപേക്ഷിച്ചെന്നുമാണ് ഐതിഹ്യം. ശ്രീരാമൻ, സീതാദേവി, ലവകുശന്മാർ, ലക്ഷ്മണൻ, ഭരതശത്രുഘ്നന്മാർ, വാൽമീകി മഹർഷി, ഹനുമാൻ, മറ്റു ദേവഗണങ്ങൾ ഇവരെല്ലാം ഒത്തുചേരുന്ന സ്ഥലം പുൽപ്പള്ളിയിലെ ശ്രീ ചേടാറ്റിൻകാവാണ്. ഇവരുടെയെല്ലാം പാദസ്പർശം കൊണ്ട് പുണ്യമായ മണ്ണാണ് പുൽപ്പള്ളി. ഇവിടുത്തെ പ്രധാന ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ ചിലതാണ് പൊന്മുടി സീതാദേവി ക്ഷേത്രം, വാൽമീകി ആശ്രമം, ഇരളം ശ്രീ സീതാദേവി ലവകുശ ക്ഷേത്രം, ശിശുമല സീതാ ലവകുശ ക്ഷേത്രം, ഹനുമാൻ കോവിൽ എന്നിവ. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു ക്ഷേത്രങ്ങളുടെ വിവരണങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.